ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 145 സങ്കീർത്തനം 18 വാക്യം. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനാകുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഐ ആം എ കത്തലിക് ബട്ട് മൈ ഗോഡ് ഈസ് നോട്ട് ക്രിസ്ത്യൻ. ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ എൻ്റെ ദൈവം ഒരു ക്രിസ്ത്യാനിയല്ല. കാരണം ദൈവം ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദൈവമല്ല. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, ദൈവത്തിന് ഒരു പേര് പോലുമില്ല. ദൈവം സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്. അവിടുന്ന് സകലത്തിൻ്റെയും ദൈവമാണ്. എന്നാൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് ദൈവത്തെ വിഭാഗിച്ച് പല ഭാഗങ്ങളാക്കി എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, നിങ്ങളുടെ ദൈവം, അവരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്വന്തമാക്കി എൻ്റെ മാർഗമാണ് ശ്രേഷ്ഠം, എൻ്റെ ദൈവമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് കലഹിക്കുന്നവരുടെ ഒരു ലോകത്തിൽ, മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ വ്രണപ്പെടുത്തി യുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. പത്രോസ് 6 മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വെൺമാടത്തിലേക്ക് കയറിപ്പോവുകയാണ്. നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 7 യാമപ്രാർത്ഥനകളാണ്. അതിലെ 6-ാമത്തെ യാമപ്രാർത്ഥനയ്ക്കായിട്ട് പത്രോസ് വെൺമാടത്തിലേക്ക് കയറി പോകുമ്പോൾ പത്രോസിന് ഒരു ദർശനം ഉണ്ടാകുകയാണ്. ദൈവം അവിടെ വെളിപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനായിരിക്കുക എന്നത് വലിയൊരു പദവിയാണ്. യഹൂദന്മാരല്ലാത്തവരെ എല്ലാം അവർക്ക് പുച്ഛമാണ്. യഹൂദന്മാർ അല്ലാത്തവരെല്ലാം അവർക്ക് പാപികളാണ്, അന്യജാതിക്കാരാണ്. അവരോട് ഇടപെടുന്നതും സഹവസിക്കുന്നതും ഒക്കെ നിഷിദ്ധമാണ്. എന്നാൽ യേശു തമ്പുരാൻ ഒരു യഹൂദനായിരിക്കെ തന്നെ ഈ യഹൂദന്മാർക്ക് നിഷിദ്ധമായിട്ടുള്ളതെല്ലാം ചെയ്തു. ഒരു മനുഷ്യനായിട്ടാണ് യേശു തമ്പുരാൻ ഇവിടെ ജീവിച്ചത്. യഹൂദന്മാർ പറയുമ്പോൾ ചുങ്കക്കാരും ഭാവികളും ഒക്കെ അവർ അന്യാധികാരെന്ന് പറയുമ്പോൾ ആ ചുങ്കക്കാരും ഭാവികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിരുന്നു യേശുവിൻ്റെ സ്നേഹിതന്മാർ. അവരോട് ഇടപഴകിയ ഒരു ആളാണ് യേശു തമ്പുരാൻ. ശവത്തെ തൊട്ടാൽ അശുദ്ധമാവുമെന്ന് പറയുമ്പോൾ ആ മൃതനെ തൊട്ട് ഉയർപ്പിച്ചവനാണ് യേശു. രക്തസ്രാവക്കാരി സ്ത്രീയെയും കുഷ്ഠരോഗിയെയും തൊട്ടാൽ അശുദ്ധമാവുമെന്ന് പറയുമ്പോൾ അവരെ തൊട്ട് സൗഖ്യമാക്കിയവനാണ് യേശു. അന്യജാതിക്കാരോട് വെള്ളം വാങ്ങിച്ച് കുടിച്ചയാളാണ് യേശു. അങ്ങനെ ആ യേശുവിനോടുകൂടി 3.5 കൊല്ലം ജീവിച്ച സന്തത സഹചാരിയായിരുന്ന ഉറ്റ സുഹൃത്തായിരുന്ന പത്രോസ്, ആ പത്രോസിൻ്റെ മനോഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ഈ പത്രോസ് ഇന്നും ഒരു യഹൂദനാണ്. ആ ഒരു ഭാവം മാറ്റാനായിട്ടാണ് ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം നാളെ വലിയൊരു ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. സുവിശേഷം അറിയിക്കുകയാണ് ലോകമെമ്പാടും. പ്രത്യേകിച്ച് നാളെ കൊർന്നേലിയൂസ് എന്ന ഒരു വലിയ പട്ടാളക്കാരൻ, അയാൾ വിജാതീയനാണ്, അയാളും അയാളുടെ കൂടെയുള്ള കുറേയേറെ ആൾക്കാരോട് സുവിശേഷം പറയണം. അപ്പം അതിനായിട്ടാണ് അവരോട് സുവിശേഷം പറയണമെങ്കിൽ പത്രോസ് ആണെങ്കിൽ അങ്ങോട്ട് പോവുകയില്ല, അവനൊരു മനുഷ്യനാക്കണം. അതിനായിട്ടാണ് ഇവിടെ ദൈവം ഈ പത്രോസിൻ്റെ ചരിത്രത്തിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അവിടെ ഇടപെടുകയാണ്. അവിടെ സ്വപ്നത്തിൽ, ആ ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. പത്രോസിനോട് പറയുകയാണ്: പത്രോസേ, ഇനി മേലാൽ നീ ഒരു മനുഷ്യനെയും അശുദ്ധനെന്നോ മലിനനെന്നോ പറയരുത്, അശുദ്ധനെന്നോ മലിനെന്നോ വിളിക്കരുത്. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ഏത് ജാതിയിൽപ്പെട്ടവനായാലും നീതി പ്രവർത്തിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. ഏത് ജാതിയിൽ ഉള്ള ആളായിക്കോട്ടെ, ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, ഏത് സഭക്കാരനായിക്കോട്ടെ, ഓർത്തഡോക്സുകാരനായിക്കോട്ടെ, യാക്കോബക്കാരനായിക്കോട്ടെ, പെന്തിക്കോസ്തുകാരനായിക്കോട്ടെ, മർത്തോമാക്കാരനായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് സഭയിൽപ്പെട്ടവനായാലും തൻ്റെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാകും. ഇത് വലിയൊരു മനംമാറ്റം, ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ് പത്രോസിനെ. പ്രാർത്ഥന കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ക്ഷണിക്കാനായി കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിൽ നിന്ന് 3 പേർ കാത്തു നിൽക്കുകയാണ്. അവരോട് ഒരു എതിർപ്പും കൂടാതെ പത്രോസ് പോകുന്നുണ്ട്. ആ പ്രസംഗ പീഠത്തിലേക്ക് ജനങ്ങളെല്ലാം ഈ
പത്രോസിൻ്റെ പ്രശ്നം കേൾക്കാനിരിക്കുന്നു. കൊർന്നേലിയസ് ഓടിച്ചെന്ന് ഈ പത്രോസിനെ എതിരേറ്റ് കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. അവിടെ ഞാനും എന്ന വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഞാനൊരു യഹൂദനാണെന്നല്ല പറയുന്നത്, ഞാനും ഒരു മനുഷ്യനത്രേ. ഞാനും നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്. മനുഷ്യനെ ആരാധിക്കുന്നത് പാപമാണ്. ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് കൊർന്നേലിയസിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പത്രോസ്. വലിയൊരു മാറ്റം. പത്രോസ് അവിടെ മനുഷ്യനായി തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലത്തെ ഒരു മനോഭാവം നമുക്ക് വേണ്ടത് ആവശ്യമാണ്. എല്ലാവരെയും സമന്മാരാണെന്നും എല്ലാവരും മനുഷ്യരാണെന്നും തന്നെ ഭയപ്പെട്ട നീതി പ്രവർത്തിച്ച് ജീവിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണെന്നും, അത് ഏത് സഭക്കാരനായിക്കോട്ടെ ഏത് ജാതിക്കാരനായിക്കോട്ടെ, തന്നെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണെന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാവരെയും ബഹുമാനിച്ചും, പല വ്യത്യസ്തമായ വിവിധമായ വിശ്വാസികളായിരിക്കാം, മതഭാഗക്കാരായിരിക്കാം, അവരെ ആരെയും അവരുടെ വിശ്വാസത്തെയും വ്രണപ്പെടുത്താതെ സ്നേഹത്തോടെ ഐക്യത്തോടെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.